JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഗുരുവായൂർ ദേവസ്വത്തിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ നിലവിലുള്ള 2 ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in ലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 031/2025 ആണ്. തസ്തികയുടെ പേര് ഓഫീസ് അറ്റൻഡന്റ്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം. ശമ്പള സ്കെയിൽ 23,000 50 200 ആണ് ശമ്പള സ്കെയിൽ വരുന്നത്. യോഗ്യത എന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം, കൂടാതെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നും കൂടി ഉണ്ട്. ഒഴിവുകളുടെ എണ്ണം 2 ആണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അതുപോലെ തന്നെ അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 to 36 ആണ്. ജനറൽ കാറ്റഗറി. OBC-കാർക്ക് 39 വയസ്സ് വരെയും SC/ST-കാർക്ക് 41 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ട ഫീസ് അത് 300 രൂപയാണ്. SC/ST-കാർക്ക് 150 രൂപയും ST-കാർക്ക് 150, SC-കാർക്ക് 150 രൂപയും ST-കാർക്ക് 150 രൂപയും OBC-കാർക്ക് 300 രൂപയും ജനറൽ EWS-ന് 300 രൂപയുമാണ്. അത് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്? കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ്സൈറ്റ് പോർട്ടലിൽ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 28/4/2025 അർദ്ധരാത്രി 12 വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 28/4/2025 ആണ്. ഏപ്രിൽ 28-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ഉദ്യോഗാർത്ഥിയും യോഗ്യരായിട്ടുള്ള ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യമായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ ഫീസ് ഉണ്ട്. ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ട തുക കൃത്യമായിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കട്ടെ, ജോലി ലഭിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.